സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മൂക്കന്നൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദേവാലയം. ഈ ദേവാലയത്തോടനുബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും 1913 ഇവിടെ സേക്രഡ് ഹാർട്ട് അനാഥശാല തുടങ്ങി. അതിനുശേഷം 1931 മാർച്ച് 19 CST ബ്രദേഴ്സിൻ്റെ സഭ തുടങ്ങി. 1925 വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ സഭയുടെ സ്ഥാപകനായ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് റോമിൽ പോവുകയും കാനനൈസേഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അയർലൻഡിൽ പോയി ഐറിഷ് ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ കാണുകയും അതുപോലൊരു സ്ഥാപനം തൻ്റെ രൂപതയിൽ തുടങ്ങണമെന്നുള്ള ആ താല്പര്യത്തോടു കൂടിയാണ് 1931 മാർച്ച് 19 CST സഭയ്ക്ക് രൂപം നൽകിയത്. CST സഭയ്ക്ക് രൂപം നൽകിയതോടുകൂടി തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വണക്കവും ഇവിടെ തുടങ്ങി. അതിനോടനുബന്ധിച്ച് CST കോൺഗ്രിഗേഷൻ ഒരു ആക്റ്റീവ് കോൺഗ്രിഗേഷൻ ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ അടുത്തൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേറെ അങ്കമാലി ഒഴികെ വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത കാരണം ഇവിടെ ഒരു ചെറിയ സ്കൂള് തുടങ്ങി. ഇവിടെയുള്ള സ്ഥലം ഇവിടെയുള്ള മൂക്കന്നൂരുകാരൻ കൊളങ്ങര ഇട്ടിര ഗർഭാസ് എന്ന ഒരാൾ ദാനം ചെയ്തതാണ്. അദ്ദേഹം ആ ദാനത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ അനാഥശാലകളിൽ അവർക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ള നിയോഗം. ആ നിയോഗം CST സഭ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അതോടുകൂടി സ്കൂളുകൾ ഒരു ആദ്യ കുടിപ്പള്ളിക്കുളം, പിന്നെ ഒരു LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ എന്ന് വളർന്നു. അതോടുകൂടിയാണ് ഇവിടെ സാങ്കേതിക വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഒരു ITI തുടങ്ങുന്നത്. ITI തുടങ്ങിയോടുകൂടി ഇവിടെയുള്ള പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അന്നത്തെ കാലത്ത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ജോലി ലഭിച്ചിരുന്നു. ആദ്യകാലത്ത് ഈ മൂക്കന്നൂർ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ഉപകാരപ്പെട്ടു, എല്ലാവർക്കും തന്നെ ജോലിയായി. അതുപോലെ തന്നെ വേറൊരു കാലമാണ് മൂക്കന്നൂരിൻ്റെ അവിശ്വസനീയമായ ഫെഡറൽ ബാങ്ക് തുടങ്ങിയത് ഇവിടെയാണ്. ഫെഡറൽ ബാങ്ക് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ PSC ടെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന 360 മാർക്ക് കിട്ടുന്ന എല്ലാവർക്കും ഫെഡറൽ ബാങ്കിൽ ജോലിയായിരുന്നു. ഓർമ്മി സാർ അങ്ങനെ ചെയ്തു തരണം. അങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് ജോലി. അതുപോലെ തന്നെ അന്നത്തെ ജലസേചന മന്ത്രി ഗോവിന്ദപിള്ള മൂക്കന്നൂരിൽ ഈ കനാൽ കൊണ്ടിരുന്നു. കനാൽ വന്നതോടുകൂടി ഇവിടെയെല്ലാം ജലസേചന സൗകര്യം കൂടി. അതോടുകൂടി എല്ലാവരും കൃഷി, ഇവിടെയുള്ള ആൾക്കാർ നല്ലൊരു ശതമാനം കൃഷിയെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒപ്പം വിദ്യാഭ്യാസം വളർന്നു വന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ 2 ഷിഫ്റ്റായിട്ടാണ് നമ്മുടെ ഹൈസ്കൂൾ തുടങ്ങിയത്. 2 ഷിഫ്റ്റായിരുന്നു. കാരണം അങ്കമാലി കഴിഞ്ഞ് ഇവിടെ അടുത്തെങ്ങും സ്കൂളില്ലായിരുന്നു. അപ്പം നമ്മളിവിടെ 2 ഷിഫ്റ്റായിട്ട് സ്കൂൾ തുടങ്ങുകയും ബ്രദർ മൈക്കിൾ തോട്ടത്തിലായിരുന്നു അന്നത്തെ ആദ്യകാലത്തെ ഹെഡ് മാസ്റ്ററും ഈ സ്കൂൾ നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒരു ഡെവലപ്മെൻറ്റ്സ് വളർച്ച മൂക്കന്നൂരുണ്ടായി. ഇവിടെയുള്ള നമ്മുടെ VPG ഒക്കെ ഇവിടെ പഠിച്ച വ്യക്തിയാണ്, ഈ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഉയർന്ന പൊസിഷനിൽ എത്തിയതെല്ലാം അത് അദ്ദേഹത്തിൻ്റെ ആ പഴയകാല ചരിത്രങ്ങൾ അദ്ദേഹം പലപ്പോഴും മനോരമയിലും ഇതിലൊക്കെ അദ്ദേഹം തൻ്റെ ഈ മൂക്കന്നൂർ വളർന്നു വന്നു. അതോടൊപ്പം തന്നെ രോഗികൾക്ക് വേണ്ടി ചെറിയ രീതിയിലുള്ള അന്നത്തെ കാലത്തെ ചെറിയ രീതിയിലുള്ളൊരു ആശുപത്രി ക്ലിനിക്കായി തുടർന്നതാണ്. ആ ക്ലിനിക്കായി തുടർന്ന ആശുപത്രി ഇന്ന് വളർന്ന് വളരെയധികം പ്രശസ്തി ആർജിച്ച ഏതാണ്ട് 20-22 ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻസുള്ള ഒരു ആശുപത്രി. ഒപ്പം BSc MLT അതുപോലെ തന്നെ ആയുർവേദം തുടങ്ങിയ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടുള്ള വളർച്ച നാടിൻ്റെ പ്രശസ്തിക്ക് കൂടുതൽ ഉപകാരമുള്ളതായി തീർന്നു. നമുക്കറിയാം ഇവിടെ 300 ചില്ലറ അനാഥശാല പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ പുതിയ ആക്ട് വന്നപ്പോൾ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അനാഥശാല നമ്മൾ നിർത്തിക്കഴിഞ്ഞു. എന്നാലും ഇപ്പം സ്കൂളിനോടനുബന്ധിച്ചുള്ള ബോയ്സ് ഹോസ്റ്റൽ നമ്മൾ നടത്തുന്നുണ്ട്. വിദൂര ദൂരങ്ങളിലുള്ള പാവപ്പെട്ട പിള്ളേരെ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോഴും സംരക്ഷിച്ചു വരുന്നത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറക്ടർ തോമസ് സംസാരിക്കും. നമുക്കറിയാവുന്നതുപോലെ സുപ്പീരിയർ സഭയുടെ ചരിത്രമൊക്കെ പറയുകയുണ്ടായി. ആരംഭ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്ത് മൂക്കന്നൂരും പരിസര പ്രദേശങ്ങളുമുള്ള രോഗികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് 1951 ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ അഭിവന്യ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് 1951 ഒരു ചെറിയ ക്ലിനിക്കായിട്ടാണ് നമ്മളുടെ ആശുപത്രിയുടെ ആരംഭം കുറിക്കുക. 1-2 മുറികളിലാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അത് വളർന്ന് ഇന്ന്
300ഓളം ബെഡുകളുള്ള NABH അക്രഡിറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഇന്ന് ഇത് വളർന്നിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ കീഴിൽ 2 കോളേജുകൾ കൂടിയുണ്ട്. BSc MLT കോളേജ്, BSc നഴ്സിംഗ് കോളേജ്, അങ്ങനെ 2 കോളേജുകൾ കൂടാതെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടി നമ്മളിവിടെ അതിനോടനുബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 36ഓളം ഡോക്ടർമാർ നമുക്കിവിടെ ഇന്നിപ്പോൾ സേവനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ കാത്ത് ലാബ് ആരംഭിച്ചു. ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പൺ ഹാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ സർജറികളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ വളരെ നല്ല രീതിയിൽ ആ ഹാർട്ടിൻ്റെ ആശുപത്രി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നന്നായിട്ട് പോകുന്നു. അതുകൂടാതെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഡോക്ടർ ദീദി ജോർജിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഡേവിസ് ചക്കിയത്ത് അങ്ങനെ തേലേക്കാട്ട് അങ്ങനെ 2 ഡോക്ടേഴ്സാണ് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. സ്പോർട്സ് ഇഞ്ചുറീസ് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. മുട്ടുകാല് ശസ്ത്രക്രിയകൾ വളരെ വിജയകരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ 2 ഓപ്പറേഷൻസ് ഇപ്പോൾ ഒരേ സമയം 2 ഓപ്പറേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തന്നെ ഓർത്തോ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഭംഗിയായിട്ട് പോകുന്നു. പ്രധാനമായിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, പീഡിയാട്രിക്, സൈക്യാട്രി, ENT, ഓർത്തോ എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ അനുശോഭ നമുക്കിവിടെ ഉണ്ട്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തന്നെ നമുക്കിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടുകാരുടെ സഹകരണവും പ്രോത്സാഹനവും എന്നും ആശുപത്രിക്കുണ്ട്. നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രി. ഇനിയും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും നമുക്കുള്ള ഇപ്പോൾ ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഡോക്ടർ ഇല്ല. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ അന്വേഷിക്കുകയും ഡോക്ടേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടാനുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാത്തത്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നന്നായിട്ട് പ്രവർത്തിക്കുന്നു. നാട്ടുകാരുടെ നിർലോഭമായ സഹകരണവും പ്രോത്സാഹനവും എന്ന് ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളുടെ ബലം, ശക്തി.